ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ, ഇന്നല്ല നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് 17ാമത്തെ നോമ്പായി. അപ്പോൾ ഷിംകാക്ക് രാത്രി പുറത്ത് പോയി വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നാണ് ഇട്ടത്. പിന്നെ മൂക്കുള്ള സാധനങ്ങളും പിന്നെ ഒരു സാധനം കൂടി ഞാൻ എന്ത് ചെയ്തു, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇട്ടത്. അങ്ങനെ മൂപ്പര് കൊടുന്നത് എന്തൊക്കെയാ വെച്ചാൽ കോഴിമുട്ടയും പിന്നെ അതുപോലെ നാളെ കറി വെക്കാനുള്ള ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി. ഇതാണ് കേട്ടോ മൂപ്പര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ അപ്റ്റാമിൽ മോൾക്ക് ഉള്ള പാൽപ്പൊടിയാണ്. ശരിക്കും ഇത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവൾക്ക് 2 അപ്റ്റാമിൽ 2 ആണ് കേട്ടോ വേണ്ടത്. കാരണം അവൾക്ക് 6 മന്തായി. പക്ഷേ 2 ദിവസത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അപ്റ്റാമിൽ 1 തന്നെ വാങ്ങിയിട്ടാണ്. പിന്നെ ഇത് ഷോപ്പിൽ ഓരോ വീട്ടിൽ മാവ് വീണപ്പോൾ ഒരു കൊണ്ടുവന്ന മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാങ്ങയും കൊണ്ട് ഞാൻ പോകുന്നതാണ്. ഏതെങ്കിലും നോമ്പ് പറഞ്ഞിട്ട് നമുക്ക് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ്ട് കൊണ്ടുവന്ന കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇപ്പം എൻ്റെ വയറ്റിലൊന്നും സ്ഥലമല്ല. അത്യാവശ്യം സ്ഥലമുള്ളതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് ഫുഡൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അതും ഓർഗനൈസ് ഇതൊന്നും വെക്കുന്നില്ല, സെറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ തൽക്കാലം എല്ലാം ഫ്രിഡ്ജിലേക്ക് കയറ്റുകയാണ്. നല്ല ക്ഷീണമുണ്ട്. പിന്നെ നാളേക്ക് നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഗ്രീൻ പീസ് ഞാൻ എന്താ ചെയ്തു, നന്നായിട്ട് കഴുകിയാണ്ട് ഒരു ബൗളിലേക്ക് ഇട്ടുകാണ്ട് അത്യാവശ്യം വെള്ളം പാർന്നുകൊണ്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നാളെ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കറി വെക്കാൻ ഈസിയാണ് കേട്ടോ. അതിനുശേഷം ഒരു 12:30 ആയിട്ടുണ്ട്. തുണി മെഷീനിലുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് ഒന്ന് തോരയിട്ടോ. നാളെ രാവിലേക്കൊക്കെ അത്യാവശ്യമുള്ള ഉണ്ടാവുന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് തോരട്ട്. അത് കഴിഞ്ഞ് റൂമിൽ വന്ന് നോക്കിയപ്പോൾ ഒരാളെൻ്റെ ഇങ്ങനെ കിടത്തം കണ്ടപ്പോൾ എനിക്ക് ആകെ പാവം തോന്നി, ഭയങ്കര സങ്കടം തോന്നി, എന്തൊക്കെയോ പോലെ ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ ആയത് ഓൾക്കുള്ള വെള്ളം ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വേഗം പോയി കിച്ചണിൽ പോയി കണ്ട് ഓൾക്കുള്ള വെള്ളം ഫ്ലാസ്കിൽ എടുത്തു വിട്ടാ. ഇങ്ങനെ എടുത്ത് കൊണ്ടുവയ്ക്കുന്നത് വലിയ ഉപകാരം. ഇടയ്ക്കിടയ്ക്ക് ഓൾക്ക് പാല് കൊടുക്കുമ്പോൾ എനിക്ക് വലിയ റിസ്ക് ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഞാൻ അത്താഴം ഇതൊക്കെ കഴിഞ്ഞ് സുബിക്ക് കിടന്നതിന് ശേഷം പിന്നെ എഴുന്നേൽക്കുന്നത് 10 മണിക്കാണ്. ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകാത്ത കാരണം അത്യാവശ്യം എനിക്ക് കിടക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഷിംകാക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മൂപ്പരെ പറഞ്ഞയച്ചിക്കാണ്ട് മോളെ ഞാൻ കുളിപ്പിച്ച് ഉറക്കിയിട്ടോ. കാരണം ഓൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഓളെ ഉറങ്ങിയതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യുക, വീട്ടിലന്ന് അത്യാവശ്യം പണികളുണ്ട്. കുറച്ച് ദിവസമായി ഞാൻ വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടൊക്കെ. അപ്പോൾ ചൂലും മോപ്പൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങി. കാരണം വീട് വല്ലപ്പോഴും നമുക്ക് അവസരം ഉണ്ടാകുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ ടൈമിലൊക്കെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പെട്ടെന്ന് ഉറുമ്പ് വരിക അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് ഞാൻ കുളിച്ച് വന്നു കേട്ടോ. കുളിക്കുമ്പോൾ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മോള് ഒന്നിനും സമ്മതിക്കാത്ത കാരണം ഞാൻ ലേറ്റായി. പിന്നെ അതിന് ശേഷം മൂപ്പര് വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട കടല ഗ്രീൻ പീസ് എടുത്തുകാണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിൽ കയറിയത്. ഗ്രീൻ പീസ് എടുത്തുകാണ്ട് ഞാൻ നോക്കിയപ്പോൾ അതിലിങ്ങനെ പത പോലെ പൊന്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ അത് മാറ്റി വെച്ചുകാണ്ട് ഇതുപോലെ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ നോക്കി. മാംഗോ ഉണ്ട്, അതുപോലെ തന്നെ ബനാന ഉണ്ട്, അതുപോലെ ചെറുപയറുണ്ട് നാളെ കറി വെക്കാനുള്ള. അതുപോലെ എന്താ പറയുക, നമ്മളെ ഷമാമുണ്ട് കേട്ടോ. ഷമാമ എല്ലാ പ്രാവശ്യവും നോമ്പിന് കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഷമാമ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പ്രാവശ്യം. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഫസ്റ്റ് കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു. കുറച്ച് വെളുത്തുള്ളി, 2 തക്കാളി, 2 വലിയുള്ളി, കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും. എന്താ വെച്ചാൽ പച്ചമുളക് മാത്രമാണ് ഇതിൽ എരിവിനുള്ളത്. ഞാൻ മുളകും പൊടി മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ അരിഞ്ഞ് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ടിക്കാണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ അത്യാവശ്യം ഗ്രീൻ പീസ് ഉണ്ട്. ഞാനുള്ളത് മൊത്തം വെള്ളത്തിലിട്ടുകൊണ്ടാണെന്നറിയില്ല, അത്യാവശ്യം ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് മുഴുവൻ ഞാൻ അതിലേക്ക് കിട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ്, അത്യാവശ്യം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടോ, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കണം. അതും കൂടി ഒഴിച്ച് കൊടുത്തുകാണ്ട് ഞാൻ കുക്കർ നന്നായിട്ട് അടച്ച് വെച്ചുകാണ്ട് സ്റ്റൗ ഓണാക്കി അതിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് വിസിലടിക്കണം കേട്ടോ. അതായത് 1 വിസിലിനോ 2 വിസിലൊന്നും ഇത് വേവൂല. അപ്പോൾ ഒരു 3-4 വിസിലടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുക്കറൊന്ന് സിമ്മിലിട്ടിട്ട് ഒരു 4 വിസിലടിക്കാനുള്ള സമയം കൂടി കൊടുത്താലേ കടൽ ശരിക്കും വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വേവാവുകയും ചെയ്യും. അപ്പോൾ അത് വെച്ചിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു,
നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ഗ്രേപ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അതിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഗ്രേപ്സ് കാണുക. ഇത് ഞാൻ തന്നെ കുടിച്ച് തീർത്താണ് ഇതിത്തെ വെള്ളമൊക്കെ കേട്ടോ. ആ ലിക്വിഡ് ഇങ്ങനെ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതിൽ ജാറിൽ അത് മാത്രമായി പെട്ടതാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിക്കാണ്ട് ഞാനൊന്ന് അടിച്ചെടുത്തുകാണ്ട് ഒരു സ്ട്രൈനർ വെച്ചിക്കാണ്ട് ഞാൻ അരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല കട്ടിയൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ അരിച്ചെടുത്ത ഈ ജ്യൂസ് ഞാൻ എന്ത് ചെയ്തു മൂടിക്കാണ്ട് ഞാൻ ഫ്രീസറിലേക്കാണ് വെക്കുന്നത്. കാരണം നല്ല തണുപ്പ് ആവശ്യമാണ്. അപ്പോൾ നല്ല തണുപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് ഫ്രീസറിലേക്ക് വെക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം ഫ്രിഡ്ജിൽ ഇതുപോലൊരു ബത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 3-4 ദിവസമായി ഇത് കൊണ്ടുവന്നിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇനിയും വെക്കുന്നത് ബുദ്ധിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിതിൻ്റെ ഒരു ഭാഗം എന്തോ കേടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അത് എടുത്തിട്ട് കുറച്ച് വെള്ളവും പഞ്ചസാരയും ആഡ് ചെയ്ത് ജാറിലേക്ക് ഞാനിതൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് അടിച്ചുകാണ്ട് ഞാൻ ഒരു വലിയ ബൗളിലേക്ക് പാരാണ് കേട്ടോ ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ ഇത് ഫുള്ള് അടിച്ചുകാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കുടിക്കാം. നോമ്പ് തുറന്നതിന് ശേഷം അപ്പം മാത്രമല്ലേ നമ്മൾ ജ്യൂസ് കുടിക്കുന്നുള്ളൂ. പക്ഷെ അതല്ല, നമുക്ക് അത്താഴം വരെ ജ്യൂസ് കുടിക്കാം. ദാഹിക്കുമ്പോഴൊക്കെ നല്ല തണുത്ത ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാം. അങ്ങനെ ഇത് 2 പ്രാവശ്യം അടിച്ചെടുത്തു. അത് കുറേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് അടിച്ചെടുത്ത് എന്നിട്ട് ഈ ബൗളല്ല വലിയൊരു പാത്രത്തിലാക്കിക്കാണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അതിനുശേഷം ഇന്നലെ ഫ്രിഡ്ജിലേക്ക് വെച്ച മുട്ട ഇതുപോലെ തന്നെ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ അയച്ചുകാണ്ട് ഞാൻ അതൊക്കെ സെപ്പറേറ്റ് ആക്കിക്കാണ്ട് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. പിന്നെ അതിനുശേഷം മാംഗോ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് അതൊരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നോട് ഷിംകാക്ക പറഞ്ഞു പുളിയാണെങ്കിൽ അത് ഷെയ്ക്ക് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ പുളിയായിട്ടൊന്നും തോന്നിയില്ല. നല്ല പഴുത്ത മാങ്ങയായിട്ടാട്ടോ തോന്നിയിട്ട്. ആകെ 3 മാങ്ങയുള്ളൂ, പക്ഷെ നമുക്ക് കഴിക്കാൻ അത് ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതങ്ങനെ വെട്ടിക്കാണ്ട് പ്ലേറ്റിലാക്കിയാണ്ട് അതും ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതിനുശേഷം പൈനാപ്പിൾ ഞാൻ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കണ്ട് അതും ഒരു പ്ലേറ്റിലേക്ക് ആക്കിക്കാണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലേക്ക് ഇതൊക്കെ വെക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ തണുത്ത ഫ്രൂട്ട്സ് കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ തണുത്ത ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ കട്ട് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. എന്താ എനിക്കറിയില്ല, എനിക്കെല്ലാം തണുപ്പിച്ച് കഴിക്കുന്നതാണ് പൊതുവേ ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ഹോളിലേക്ക് നോക്കുമ്പോൾ പപ്പയും മോളും അവിടെ ഇരുന്ന് കണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ എന്നോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അതിനുശേഷം ഞാൻ പുട്ട് ഉതിർത്താൻ വെച്ചു. ഇന്ന് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ട് ഉതിർത്താൻ വേണ്ടി വെച്ചു. പുട്ട് വലിയ പാളിച്ചൊന്നും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കലുണ്ട്, പക്ഷെ ചിലപ്പോഴൊക്കെ പാളിപ്പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ചിരവില്ലാത്തത് കൊണ്ടും ചിരവ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ചിരണ്ടാനുള്ള മടി കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, തേങ്ങ അങ്ങനെ പൂണ്ടെടുത്തുകാണ്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് കറക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം അത് വലിയ കുഴപ്പമില്ലാതെ എനിക്കിങ്ങനെ കിട്ടും. നന്നായിട്ട് അറിയാണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ഒന്ന് ഗ്രൈൻഡായി കിട്ടാറുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഇതുപോലൊരു പുട്ടിൻ്റെ മോഡെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ആദ്യം ഇട്ട് കൊടുത്തു, പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും മുകളിൽ നമ്മൾ തേങ്ങ വെച്ച് കൊടുത്തുകാണ്ട് അത് അടച്ചുകാണ്ട് സ്റ്റൗ ഓണാക്കിക്കാണ്ട് കുക്കറിൽ അത്യാവശ്യം വെള്ളം എടുത്തുകാണ്ട് അതിൻ്റെ മേലത്തെ വിസിലൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ വിസിലിൻ്റെ സ്ഥാനത്ത് നമ്മൾ പുട്ടിൻ്റെ മോഡ് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് ആവി വന്ന് കുറച്ച് നേരം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതെടുത്തുകാണ്ട് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിലേക്ക് നല്ലോണം ആവി കയറാൻ തുടങ്ങി. ആവി കയറിയപ്പോൾ ഞാൻ അടുപ്പൊന്ന് സിമ്മിലാക്കിയിട്ട് പുട്ട് കാസറോളിലേക്ക് മാറ്റി കേട്ടോ. ഇന്ന് പുട്ട് പൊടിഞ്ഞുകാണ്ട് മതി എന്ന് പറഞ്ഞു, കാരണം പഴം കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം എന്തോ ഇന്ന് ഏകദേശം പുട്ടിന് ഒരു സ്ട്രക്ചറൊക്കെ കിട്ടിയിട്ടുണ്ട്. സാധാരണ നല്ല വൃത്തിക്ക് വേണമെന്ന് പറയുമ്പോൾ പുട്ട് എന്നും പൊടിഞ്ഞിട്ടാട്ടോ കിട്ടാറ്. അതിനുശേഷം പിന്നെ ഞാൻ ഷമാമ എടുത്തിട്ടോ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പാതി ഭാഗം നാളെ ഉണ്ടാക്കാം. കാരണം അത്യാവശ്യം 1-2 ജ്യൂസ് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൂതിക്ക് അത്രയേ ഉള്ളൂ. ഇപ്രാവശ്യം നമ്മൾ കഴിക്കാത്തതുകൊണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പകുതി ഭാഗം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രോസൺ ആയിട്ട് വെക്കണത് എന്താ വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ മിക്സീൻ്റെ ജാറിൽ. പിന്നെ നല്ല തണുപ്പുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ ക്യൂബ്സ് ആക്കിക്കാണ്ട് ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ആക്കിക്കാണ്ട് ഞാനത് ഫ്രീസറിൽ ഫ്രോസൺ ആക്കാൻ വെച്ചു കേട്ടോ. അതിനുശേഷം ഇന്ന് ഉണ്ടാക്കാനുള്ള ഭാഗം ഞാൻ അതും ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിക്കാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്തിക്കാണ്ട് എടുത്തു കേട്ടോ. എന്നിട്ട് ഇനി അതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഒരടുപ്പത്ത് ഞാൻ കറി വെന്തതുകൊണ്ട് ഒരടുപ്പത്ത് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട്
കടുകൊന്ന് പൊട്ടിയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് കുറച്ച് നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തുട്ടോ. എനിക്കെന്തോ ജീരകത്തിൻ്റെ മണം കറിയിലൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടു. എന്നിട്ട് പിന്നെ ഞാൻ ആ കറി ഒന്ന് അടുപ്പത്തിലേക്ക് വെച്ചിട്ട് ഞാൻ ആ വറവിട്ടത് മൊത്തം അതിലേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ അതും കൂടി ഞാൻ മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് കറികളിൽ മല്ലിയില, സ്പ്രിംഗ് ഓണിയന് എന്തോ ഇതൊക്കെ അരിഞ്ഞിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സ്പ്രിംഗ് ഓണിയൻ എന്താ വെച്ചാൽ ഇവിടെ ഒരു വെട്ടം കൊടുക്കുന്നത് ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രോസണാക്കി വെച്ച പാലും കുറച്ച് എന്താ പറയുക നമ്മളെ ഷമാമും പിന്നെ പഞ്ചസാരയും കൂടി ആഡാക്കിയിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം അടിച്ചെടുക്കാനുള്ള ഉണ്ടായിരുന്നു മിക്സിൻ്റെ ജാറിൽ കേട്ടോ. അത്രയും ജ്യൂസാണ് ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ ടാബിൾ അറേഞ്ച് ചെയ്തു. ഓരോന്നായി കൊണ്ടുവച്ച് എല്ലാം കഴിക്കാൻ നേരത്തേക്കുള്ളതൊക്കെ സെറ്റ് ചെയ്തു. ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് പുട്ടും അതുപോലെ ഗ്രീൻ പീസ് കറിയാണ്. പിന്നെ മാംഗോ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, കാരക്ക ഉണ്ട്, നമ്മളെ കട്ടൻ ചായ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, പിന്നെ ഷമാം ജ്യൂസ്, ഈ വർഷത്തെ ആദ്യത്തെ ഷമാം കേട്ടോ. അപ്പോൾ അതും ജ്യൂസ് അടിച്ചു. പിന്നെ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. കാരണം മോള് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നപ്പോൾ ഷംകാക്ക എനിക്ക് ഷമാം ജ്യൂസ് കൊടുന്നു. ഞാൻ കാരക്ക കഴിച്ചതിന് ശേഷം അത് കുടിച്ചുകാണ്ട് ഞാൻ ഓളെ ഉറക്കിയതിന് ശേഷം കഴിക്കാൻ വന്നത്. അപ്പോൾ പിന്നെ മാങ്ങ തൊലി കളയാണ്ട് കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ബത്തപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മുന്തിരി ജ്യൂസ് കഴിച്ചു, മാങ്ങ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഇതുപോലെ പുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ചു. ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ എന്നും വെജിറ്റേറിയൻ അല്ലാതെ ഇടയ്ക്ക് എന്നും നോൺ വെജ് അല്ലാതെ ഇടയ്ക്ക് വെജിറ്റേറിയൻ കഴിക്കുന്നത് നല്ലതാട്ടോ. അങ്ങനെ അതും കഴിച്ചു. അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ തോന്നിയിട്ടാണ്. എന്നും ഞങ്ങൾ അധിക ദിവസം കടയിൽ നിന്നാണ് കടി വാങ്ങാറ്, അതായത് അപ്പം വാങ്ങാറ്. വല്ലപ്പോഴും ലീവുള്ള ദിവസം വീട്ടിലുണ്ടാക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അപ്പയാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. മാംഗോ ഉണ്ട്, പുട്ടും ഉണ്ട്. മാംഗോയും പുട്ടും നല്ല കോമ്പിനേഷനാണെന്ന് ഒരു പ്രാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ. അപ്പം അത് വെച്ചിട്ടാണ്ട് ഞാൻ അതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. നല്ല പഴുത്ത മാങ്ങയെന്ന് ഞാൻ ആദ്യം കഴിച്ചതൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ പുട്ടിലേക്ക് കഴിച്ചപ്പോൾ എന്തോ എവിടെയോ പാളിപ്പോയ പോലെ. നല്ല പുളി ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ മോൾക്കുള്ള പാൽപ്പൊടിയൊക്കെ വാങ്ങിയത് അതൊക്കെ ഇങ്ങനെ ടിന്നിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഞാൻ നിസ്കരിക്കാനും ഓതാനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.